ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എനിക്കൊരു എൻ്റെ ക്ലയൻറ്റിനൊരു മെയിൽ സെർവർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ മെയിൽ സെൻഡ് ആവുന്നുണ്ട്, പക്ഷേ അത് സ്പാമിലേക്ക് പോകുന്നു എന്നുള്ളൊരു കംപ്ലയിൻറ്റ്. അപ്പോൾ അത് ഫിക്സ് ചെയ്തപ്പോൾ അത് ഡോക്യുമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് വീഡിയോ. എങ്ങനെയാണ് ഇമെയിൽ സ്പാമിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഇമെയിൽ സെർവർ വർക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കത്തെഴുതുന്നത് നമുക്കറിയാം. കത്തയക്കുന്ന സമയത്ത് നമ്മൾ കത്തിലേക്ക് അഡ്രസ്സ് കൊടുക്കും, ഫ്രം കൊടുക്കും, ടു കൊടുക്കും. ടു അഡ്രസ്സാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ടു അഡ്രസ്സ് നമ്മൾ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ട് കൊടുക്കുന്നു. ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മളുടെ പിൻ കോഡും സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അങ്ങനെ സിറ്റി എല്ലാം കൂടെ അങ്ങനെയുള്ള കുറേ ഫീൽഡുകൾ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, അതിനെ സോർട്ട് ചെയ്യുന്നു, അതിലേക്ക് കത്തയക്കുന്നു. കത്തയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനോണിമസ് ആയിട്ട് അയക്കാം. അപ്പുറത്ത് കിട്ടുന്ന ആൾക്ക് വേണമെങ്കിൽ അത് ചിലപ്പോൾ അതിൻ്റെ പോകുന്ന വഴിക്ക് പൊട്ടിച്ച് വായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ എത്തുമ്പം പോസ്റ്റ്മാൻ അവിടെ കൊണ്ട് കൊടുത്ത് ചുമ്മാ എറിഞ്ഞിട്ട് പോകുമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ആളെ കണ്ട് അയാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ടാവും. അപ്പോൾ ഇത്രയും പ്രൊസീജിയർ നമ്മൾ സാധാരണ കത്തയക്കുന്ന പ്രൊസീജിയറിനകത്ത് കാണുന്നതാണ്. ഇതിനാണ് മെയിൽ, ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് മെയിൽ സർവീസ്, അതായത് ഇമെയിൽ സർവീസിലേക്കും അഡോപ്റ്റ് ചെയ്തേക്കുന്ന സെയിം സാധനം തന്നെയാണ്. നമ്മൾ എപ്പോഴും ഒരു കത്ത് അയക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ആൾക്കൊരു അഡ്രസ്സ് ഉണ്ടാവണം, അയക്കുന്ന ആൾക്കൊരു അഡ്രസ്സ് ഉണ്ടാവണം. ആ അഡ്രസ്സുകൾ തമ്മിലുള്ള കണക്ഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു മെയിൽ സെർവർ വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ സാധാരണ നമുക്കറിയില്ല, രണ്ട് പാർട്ടികളുണ്ടാവും. ഒന്ന് സെൻഡർ ഉണ്ടാവും, റിസീവർ ഉണ്ടാവും. ഞാനിവിടെ astrix.com നിന്നൊരു മെയിൽ അയക്കുന്നു, റിസീവ് ചെയ്യുന്നത് gmail.com അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ പോസ്റ്റ് ഓഫീസാണ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നമ്മളറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞൊരു സർവീസ് മിഡിൽ മാനായിട്ട് എപ്പോഴും ഉണ്ട്, അവിടെ കണക്റ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. നമ്മളല്ല നേരിട്ട് കൊണ്ടേ കൊടുക്കുന്നത്, അവർ വഴിയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് സെൻഡ് ചെയ്യണതെന്ന് നമുക്കറിയത്തില്ലെങ്കിൽ അവർക്കറിയാം. എങ്ങനെയാണ് ഹൂ ഈസ് gmail.com ആരാണെന്ന് മനസ്സിലാക്കും, അതുപോലെ തന്നെ ഒരു IP അഡ്രസ് എന്താണെന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന മിഡിൽ മാൻ ആണ് നമ്മളുടെ DNS, ഡൊമൈൻ നെയിം സർവേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സെർവർ എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രോസസ്സിനകത്ത് ഏറ്റവും ഹീറോ ആയിട്ട് കാണുന്ന ഒരാൾ DNS ആണ്. കാരണം ഇയാളാണ് ഇതിനകത്ത് കൂടുതലും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് റോള് നിർവഹിക്കുന്നത്. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് DNS ടാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാക്കേജ് സെൻട്രലിൽ നിന്ന് റിസീവറിലേക്ക് അയക്കണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസീവറിൻ്റെ gmail.com എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം അത് ഇംഗ്ലീഷ് നമുക്കറിയാൻ വേണ്ടിയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ വേർഡാണ്. അപ്പോൾ അതിനൊരു IP അഡ്രസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. gmail.com എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനൊരു IP അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം നമുക്കറിയാം നെറ്റ്വർക്ക് ലെയർ, നിങ്ങൾ OSI ലെയേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ IP അഡ്രസ്സും നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ടേഷൻ, അത് ട്രാൻസ്പോർട്ടേഷൻ പ്രോട്ടോകോൾസ് ഒക്കെ വരുന്നത് 3rd and 4th ലെയറിലാണ്. എന്ന് വെച്ചാൽ TCP/IP ലെയറിലാണ് ഈ പറഞ്ഞ IP അഡ്രസ്സൊക്കെ വരുന്നത്. എന്നിരുന്നാൽ നിങ്ങൾക്ക് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 3rd ലെയർ കടന്നു പോയാലേ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ലെയറിൽ വരുന്നതാണ് IP അഡ്രസ്. അവിടെ ഡൊമൈൻ നെയിമിന് പ്രാധാന്യമില്ല. എന്നിരുന്നാൽ തന്നെ ഡൊമൈൻ നെയിമിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് DNS ചെയ്യുന്നത്. അപ്പോൾ DNS ചെയ്യുന്നത് വെച്ചാൽ DNS പറയും gmail.com ഇരിക്കുന്നത് ഇന്ന IP അഡ്രസ്സിലാണെന്ന് പറയും. അപ്പോൾ ഈ DNS ആരാണ് മാനേജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏതാണോ നമ്മളുടെ ഇമെയിൽസ് സെൻഡ് ചെയ്യേണ്ട ഇമെയിൽ, ആ സെൻഡ് ചെയ്യുന്ന ഇമെയിൽ അവർക്കൊരു സ്വന്തമായിട്ടൊരു ഡൊമൈൻ സർവീസ് ഉണ്ടാവും, സെൻഡർക്കും ഒരു ഡൊമൈൻ സർവീസ് ഉണ്ടാവും. അപ്പോൾ സെൻഡറിൻ്റെ ഡൊമൈൻ ഇമെയിൽ പുറത്തേക്ക് പോകുമ്പോൾ അയാൾ പറയും ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഹോപ്പ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം gmail.com DNS ആരാന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒരു DNS ക്വയറി നടത്തും. അതിനുശേഷം DNS കണ്ടുപിടിക്കുന്നു, നെയിം സെർവർ കണ്ടുപിടിക്കുന്നു. നെയിം സെർവർ കണ്ടുപിടിച്ചതിന് ശേഷം DNSനകത്ത് പോയിട്ട് ചോദിക്കും, എനിക്കൊരു മെയിൽ അയക്കണം, ഐ വോണ്ട് ടു ഗെറ്റ് ദി IP അഡ്രസ് ഓഫ് ദി മെയിൽ സെർവർ. അപ്പം DNS എന്ത് ചെയ്യും, ജിമെയിലിൻ്റെ DNS എന്ത് ചെയ്യും, MX റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള റെക്കോർഡ് തിരിച്ചു കൊടുക്കും. ആ റെക്കോർഡിനകത്തൊരു ഡൊമൈൻ നെയിം ഉണ്ടാവും. പിന്നീട് ആ ഡൊമൈനകത്തൊരു റെക്കോർഡ് ഉണ്ടാവും. ഇങ്ങനെ പോവാണ് കേട്ടോ. ഞാൻ ആ റെക്കോർഡിന് എന്ത് ചെയ്യും, IP അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് കിട്ടുന്ന gmail.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു IP അഡ്രസ് ആയിരിക്കും അറ്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഈ പറഞ്ഞ ഒരു പ്രോസസ്സിനോടൊപ്പം നെയിം സെർവർ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നെയിം സെർവറിനകത്ത് MX റെക്കോർഡ് ഉണ്ടാവും, MX റെക്കോർഡിനകത്തൊരു റെക്കോർഡ് ഉണ്ടാവും, റെക്കോർഡിനകത്തൊരു IP അഡ്രസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 4 ഹോപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ gmail.com റിസോൾവ് ചെയ്യുന്നത്. സോ നമുക്ക് ഇപ്പോൾ IP അഡ്രസ് കിട്ടി. സോ സെൻഡർ നോസ് വേർ ടു സെൻഡ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന അഡ്രസ്സിൽ ആളുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയച്ചേക്കാം. അതെന്ത് ചെയ്യും, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ പാക്കേജ് ഇങ്ങോട്ട് റിസീവറിലേക്ക് എത്തും, Gmail അക്കൗണ്ടിലേക്ക് എത്തും. പക്ഷേ Gmailiലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് റിസീവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
പണ്ടത്തെ കേസ് അറിയാം, ആന്ത്രാക്സിൻ്റെ ഒരു പൊടിയൊക്കെ കൊടുത്ത് ഒരു ലെറ്റർ ബോക്സിലൊക്കെ ഒരു ഒരു വൈറസ് എന്തോ ഒരു സാധനം സ്പ്രെഡ് ചെയ്യുന്നൊരു സാധനം ഉണ്ടായിരുന്നു പണ്ടൊരു രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്കാർക്ക് കത്ത് വരുന്നത് വായിച്ചു നോക്കാൻ പേടിയായിരുന്നു. അപ്പോൾ എന്നതുപോലെ റിസീവർ എല്ലാം മെയിലും തുറന്നു നോക്കി അത് യൂസർക്ക് കാണിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ അത് ചെയ്യുന്നത് വെച്ചാൽ അയാൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും, ഇത് വന്നേക്കുന്നത് കൃത്യമായ സെൻട്രൽ എനിക്ക് അയക്കേണ്ട ആൾ തന്നെയാണോ അയച്ചിട്ടുള്ളത്, അതേപോലെ അയച്ച ആളുടെ ഡൊമൈൻ അല്ലെങ്കിൽ അഡ്രസ്സ് എനിക്ക് അറിയുന്നതാണോ, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻ്റ് ആണോ എനിക്ക് വന്നേക്കുന്നത് നോക്കും. അതുമല്ല അതിനുശേഷം ഈ പറഞ്ഞ കവർ പൊട്ടിച്ചിട്ടുണ്ടോ നോക്കും. അപ്പോൾ ഇത്രയും 3 ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും റിസീവർ പറയുന്നത് ഈ മെയിൽ ഗാർബേജിലേക്കുള്ളതാണോ അതോ നിങ്ങൾ വായിക്കേണ്ടതാണോ എന്ന് തീരുമാനിക്കേണ്ടത് അവിടെ എത്തിയതിന് ശേഷമാണ്. അപ്പം ഇനി ചെക്സ് എല്ലാം നടക്കുന്നത് എന്താണ്, ചെക്സ് ആർ ടേക്കൺ ഹിയർ. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീട്ടിലൊരു സെർവർ ഉണ്ടാക്കിയെടുക്കാം. കാരണം ഇമെയിൽ സെർവർ, ക്യൂമെയിൽ പോലെയുള്ള സർവീസുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു സെർവർ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇമെയിൽ സെൻഡ് ചെയ്യുകയും ചെയ്യാം. കാരണം നിങ്ങൾക്ക് അറ്റ് ദി എൻഡ് ഇവിടെ ആരും ചോദിക്കുന്നില്ല, നിങ്ങളുടെ സെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി ആരും പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ പുറത്തേക്ക് അയക്കാം. പക്ഷേ റിസീവ് ചെയ്യുന്ന ആളാണ് തീരുമാനിക്കുന്നത് ഇത് ലെജിറ്റിമേറ്റ് ആണോ അല്ല, ഇത് സ്പാം ചെയ്യേണ്ടതാണോ എന്ന് തീരുമാനിക്കുന്നത് റിസീവറാണ്. റിസീവർ ചെയ്യുന്ന ചെക്കാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത്. സോ അവിടെയാണ് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ 3 ഫീച്ചേഴ്സ് പഠിക്കേണ്ടത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ SPF, സെൻഡർ പോളിസി ഫ്രെയിംവർക്ക്. അത് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ എൻ്റെ ഡൊമൈനിൻ്റെ പേരിൽ ആർക്കൊക്കെ ഇമെയിൽ അയക്കാൻ പറ്റും എന്ന് പറയുന്നതാണ് SPF റെക്കോർഡ്. അതിപ്പോൾ നമ്മളുടെ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസ് ബേസ്ഡ് ഓൺ ദ പിൻ നമ്പറൊക്കെ ആയിരിക്കും. അപ്പോൾ DNS റെക്കോർഡ് സൈസ് ഓൺലി ദീസ് സെർവേഴ്സ് ആർ അലൗഡ് ടു സെൻഡ് ദി ഇമെയിൽ ഫ്രം മൈ ഡൊമൈൻ. എൻ്റെ കാരിയർ എന്ന് പറഞ്ഞാൽ ഇന്ന ഇമെയിൽ അഡ്രസ്സ് മാത്രമേ ആകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാരിയേഴ്സ് മാത്രമേ എൻ്റെ ഇമെയിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ എൻ്റെ ഡൊമൈൻ എന്നുള്ളത്. ബാക്കിയുള്ളതിനെല്ലാം റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സെൻഡർ റിസീവർ കണക്റ്ററാണ് DNS. അപ്പോൾ DNSലാണ് ഈ പറഞ്ഞ SPF റെക്കോർഡ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ റെക്കോർഡ്സ് DNS കീപ്പ് ചെയ്യും. ആ DNSനകത്തേക്ക് പോയതിനു ശേഷം സെൻഡർ ചെക്സ് വേർ ടു സെൻഡ് ഇമെയിൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ IP അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം example.com ഈ പറഞ്ഞ പ്രോസസ്സ്, അതായത് IP അഡ്രസ്സ് വരെ എത്തി. ഓക്കെ, example.comൻ്റെ gmail.comൻ്റെ IP അഡ്രസ്സ് വരെ എത്തി. അതിനുശേഷം പറയുന്നു ഓക്കെ നൗ വി സെൻഡ് ആൻ ഇമെയിൽ ബട്ട് ദ റിസീവർ ഡസ് നോട്ട് ട്രസ്റ്റ് എനിവൺ, ഇറ്റ് ഗോട്ട്സ് അറ്റ് ദി ഡോർ. എന്ന് വെച്ചാൽ അത് ഫ്രണ്ടിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ജിമെയിലിൻ്റെ ഒരു അടുത്തൊരു പ്രൊസീജിയർ നടക്കാനുണ്ട്. ആ പ്രൊസീജിയറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതെന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ചെക്ക് ഇഫ് ദ സെൻഡർ ഈസ് അലൗഡ് ടു സെൻഡ്. എന്ന് വെച്ചാൽ എക്സാമ്പിൾ എൻ്റെ asrix.com എന്ന് പറഞ്ഞ ഡൊമൈന് വേണ്ടിയിട്ട് എൻ്റെ മെയിൽ സെർവർ, അതായത് എൻ്റെ DNSൽ പറഞ്ഞു കൊടുത്തേക്കുന്ന SPF റെക്കോർഡിലുള്ള ആ ഡൊമൈൻ സെൻഡ് ചെയ്യാൻ ബാധ്യസ്ഥനാണോ അല്ലേ, ഇതാണ് ഫസ്റ്റ് ചെക്ക്. ഓക്കെ, ഞാനതിൻ്റെ NS ലുക്കപ്പ് കൂടെ നോക്കിയിട്ട് പോവാം, അതും എളുപ്പമുണ്ട്. NS ലുക്കപ്പ് -t mx റെക്കോർഡ്. അപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പം NS ലുക്കപ്പ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട് ലിനക്സിൽ. അപ്പം അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ റെക്കോർഡ്സിനെ ഡിഗ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് MX റെക്കോർഡ് എന്താണെന്ന് നോക്കും. നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ മെയിൽ അയക്കേണ്ട ആർക്കാണെന്ന് നോക്കും. അപ്പോൾ asrix.comന് വേണ്ടിയിട്ട് മെയിൽ അയക്കേണ്ടത് ഇതാണ് നമ്മളുടെ മെയിൽ സെർവർ. അപ്പോൾ ഈ മെയിൽ സെർവർ വഴിയാണ് നമ്മുടെ ഇമെയിൽ പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം ഞാൻ പറയുകയാണ്, അതിനകത്ത് കുറച്ച് TX റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഫസ്റ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞൊരു ഞാൻ തേർഡ് പാർട്ടി ടൂൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് SPF റെക്കോർഡുണ്ട്. ആ SPF റെക്കോർഡ് എന്താണെന്ന് പറയുന്നത് സോഹോ മെയിലാണ് എൻ്റെ ഇമെയിൽ അയക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള മെയിൽ സെർവർ. അപ്പോൾ ട്രസ്റ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ SPF റെക്കോർഡ് ചെക്ക് ചെയ്യുന്നു. SPF റെക്കോർഡ് ചെയ്തിട്ട് അവിടെ ചെല്ലുന്നു. അതിനുശേഷം നമ്മളുടെ സെൻഡർ IP അഡ്രസ്സ് നമ്മളെ വെരിഫൈ ചെയ്യുന്നു. നമ്മൾക്ക് ഈ പറഞ്ഞ പ്രൊവൈഡർ സെൻഡ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. സോ ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നു ഓക്കെ സോഹോ മെയിൽ അതിനകത്തുണ്ട്. സോ ഇറ്റ് ഫൈൻസ് IP അഡ്രസ് ഇൻ ദി MX റെക്കോർഡ് മാച്ചസ്. സോ അതിനുശേഷം എന്ത് ചെയ്യുന്നു, സോഹോ മെയിലിൻ്റെ MX റെക്കോർഡ് മാച്ച് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ IP ആൻഡ് അഡ്രസ്സിൻ്റെ റേഞ്ച് ഒരേ റേഞ്ച് ആണെങ്കിൽ ദേ വിൽ സേ ദാറ്റ് ഓക്കെ ദിസ് ഈസ് വർക്കിംഗ്. ഇപ്പോൾ ഞാനതിന് ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ NS ലുക്കപ്പ് zohomail.com. അപ്പോൾ സോഹോ മെയിലിൻ്റെ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 136.143.241. അപ്പം സോഹോ മെയിലിൻ്റെ സെർവറിൻ്റെ അപ്പം അവർക്ക് മനസ്സിലായി ഓക്കെ സെൻഡർ IP അഡ്രസ്സും നമ്മൾക്ക് കിട്ടിയേക്കുന്ന സെൻഡറിൻ്റെ IP അഡ്രസ്സും സെയിം ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എത്രേ ഉള്ളൂ, ഇഫ് ദ സൈഡർ റേഞ്ച് ഓഫ് ദി IP അഡ്രസ്, ഇത് നെറ്റ്വർക്ക് ലെയർ ആണ്. ഈ പറഞ്ഞ സൈഡർ എന്താണെന്ന് മനസ്സിലാക്കുക.
അതിൻ്റെ റിസീവ്ഡ് മെയിലിൻ്റെ സെൻഡർ IP അഡ്രസ്സിൻ്റെ റിട്ടേൺ പാത്ത് എടുക്കുന്നു. അതിന് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് റിട്ടേൺ പാത്ത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ സൈഡർ റേഞ്ച് കിട്ടിയ IP അഡ്രസ്സിൻ്റെ സൈഡർ റേഞ്ചും നമ്മൾക്ക് തന്നേക്കുന്ന അലൗഡ് സെൻഡർ, അതായത് DNS റെക്കോർഡിലുള്ള അലൗഡ് സെൻഡേഴ്സും സൈഡർ റെക്കോർഡ്സും ഈക്വൽ ആണെങ്കിൽ ഓക്കെ പാസ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഫെയിൽ ചെയ്യാം. ഇതാണ് ആ പറഞ്ഞ ചെക്ക്, SPF റെക്കോർഡ് ചെക്ക്. അപ്പോൾ ഫസ്റ്റ് ചെക്ക് കഴിഞ്ഞു. അപ്പം ഞാനത് എങ്ങനെയാണെന്ന് എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചുതരാം. അതിനുശേഷം രണ്ടാമത്തെ ചെക്കാണ് DKIM, ഡൊമൈൻ കീ ഐഡൻറ്റിഫൈഡ് മെയിൽ. ആദ്യം നമ്മൾ ചെക്ക് ചെയ്തു നമ്മൾക്ക് അയക്കേണ്ട ആൾ ഇത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ കേസ് നമ്മളുടെ ഇമെയിൽ ഇൻടാക്റ്റ്, അതായത് ടാമ്പർ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. ആ ടാമ്പറിങ് ചെക്കാണ് രണ്ടാമത്തെ ചെക്ക് DKIM. അതിനകത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പയറിങ് ഇറ്റ് ആസ് ദി ടാമ്പർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നേരത്തെ സീല് പൊട്ടിച്ചിട്ടുണ്ടോ നോക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, അപ്പോൾ പറയും നിങ്ങളുടെ ഇവിടുത്തെ കവർ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഓപ്പൺ ദെൻ ദിസ് ഡിവൈസ് ഇസ് ഡാമേജ് എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറയും. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ സീല് പൊട്ടിച്ചിട്ടുണ്ടോ നോക്കും. അതിനുശേഷം അപ്പോൾ DKIM എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമെയിൽ, നിങ്ങൾ അയക്കുന്ന ഇമെയിൽ, ഇവിടുന്ന് ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻഡ് ചെയ്യുന്ന ഇമെയിലിലേക്കൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ അറ്റാച്ച് ചെയ്യും. എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ അറ്റാച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാഷിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറുണ്ട്. ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ബോഡി കണ്ടൻറ്റ് എന്താണെന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഹാഷ് വാല്യൂ ഉണ്ടാക്കും. നമ്മൾ ഗിറ്റുകളൊക്കെ വരുമ്പോൾ ഗിറ്റിലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിനകത്തൊരു ക്യാരക്ടർ, അതൊരു സ്പേസ് ആണെങ്കിൽ തന്നെ മാറിക്കഴിഞ്ഞാൽ ഹാഷ് വാല്യൂ മാറും. എന്ന് വെച്ചാൽ യുണീക്ക് വാല്യൂ ബേസ്ഡ് ഓൺ ദി ഇമെയിൽ കണ്ടൻറ്റ്. എന്ന് വെച്ചാൽ സെയിം ഇമെയിൽ 2-3 പ്രാവശ്യം അയച്ചു കഴിഞ്ഞാൽ ഹാഷ് വാല്യൂ ഒരേപോലെ ഇരിക്കും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാക്കുന്നു വിത്ത് കണ്ടൻറ്റ്. എന്തൊക്കെയാണ് കണ്ടൻറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഡൊമൈൻ എന്താണെന്ന് നോക്കും. അതിനുശേഷം എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുക, ലേബൽ നമ്മളുടെ പബ്ലിക് കീ സെലക്ട് ചെയ്യാനുള്ള, അതായത് ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള കീ സെലക്ട് ചെയ്യുന്ന ലേബൽ എന്താണെന്ന് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇമെയിൽ പ്രൊവൈഡർ ചെയ്യുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ ഡൊമൈൻ എടുക്കും. അതിനുശേഷം നമ്മളുടെ സെലക്ടർ കീ എടുക്കും. ആ സെലക്ടർ കീ എടുത്തതിന് ശേഷം അവരുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് അതിനെ എൻക്രിപ്റ്റ് ചെയ്യും. അതിനുശേഷം മെയിൽ സെൻഡ് ചെയ്യും, ജിമെയിലേക്ക് പോകും. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇമെയിൽ എടുക്കുന്നു, അതിനെ ഹാഷ് ചെയ്യുന്നു, അത് യുണീക്ക് വാല്യൂ ആണ്. ഇറ്റ് എൻക്രിപ്റ്റ്സ് എ ഹാഷ് യൂസിങ് ദ സെൻഡേഴ്സ് പ്രൈവറ്റ് കീ. സെൻഡറിൽ ഒരു പ്രൈവറ്റ് കീ ഉണ്ടാകും. പ്രൈവറ്റ് കീ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതിനുശേഷം എന്ത് ചെയ്യും, ഇതാണ് DKIM സിഗ്നേച്ചർ എന്ന് വിളിക്കുന്നത്. അത് നമ്മളുടെ ഇമെയിൽ ഹെഡറിനകത്തുണ്ടാകും. അപ്പോൾ ഹെഡേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ APIയുടെ ഭാഗത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം എന്ത് ചെയ്യും, റിസീവർ ഇമെയിൽ റിസീവ് ചെയ്യുന്നു. നമ്മളുടെ പബ്ലിക് കീ നമ്മളുടെ DNSൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ DNS ചെക്ക് ചെയ്യുന്നു, ആ DNS റെക്കോർഡ് എടുത്തുകൊണ്ട് വരുന്നു. അതിനുശേഷം ജിമെയിൽ ആ പബ്ലിക് കീ ഉപയോഗിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ അതൊരു PKI ഇൻഫ്രാസ്ട്രക്ചറാണ്, എന്ന് വെച്ചാൽ എസിമെട്രിക് എൻക്രിപ്ഷൻ കീ ആണ്. എന്ന് പറയുമ്പോൾ നമ്മൾ പബ്ലിക് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വന്ന മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിൽ നിന്ന് ഹാഷ് എടുക്കുന്നു. ഹാഷിൽ നിന്ന് നമ്മളുടെ ഈ പറഞ്ഞ 2 ഐഡൻറ്റിഫയേഴ്സിന് എടുക്കുന്നു. അതിനുശേഷം ഇറ്റ് കമ്പയർസ് DKIM സിഗ്നേച്ചർ ഫ്രം ദി ഡീക്രിപ്റ്റഡ് ഹാഷ് ടു ദി ആക്ച്വൽ ഇമെയിൽ കോണ്ടൻറ്റ്. ഇമെയിൽ കോണ്ടൻറ്റുമായിട്ടുള്ള അവർ കമ്പയർ ചെയ്ത് നോക്കുന്നു. അതിനുശേഷം ചെക്ക് ചെയ്യുന്ന 3 കണ്ടീഷനാണ്. ഈ പറഞ്ഞ സിഗ്നേച്ചറിനകത്തുള്ള ഡൊമൈൻ നമ്മളുടെ DNSനകത്തുള്ള ഡൊമൈനുമായിട്ട് മാച്ചിങ് ആണോ നോക്കും. രണ്ടാമത് സിഗ്നേച്ചറിനകത്തുള്ള സെലക്ടർ നമ്മളുടെ DNSനകത്തുള്ള സെലക്ടറുമായിട്ട് മാച്ചിങ് ആണോ നോക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഡീക്രിപ്റ്റ് ചെയ്തേക്കുന്ന ഹാഷും നമ്മൾക്ക് കിട്ടിയേക്കുന്ന ഇമെയിലിനകത്തുള്ള ഹാഷും സെയിം ആണോ നോക്കും. ഇത്രയും ചെക്കും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ ഈ ഇമെയിലിനകത്ത് ടാമ്പറിങ് ഒന്നും നടന്നിട്ടില്ല, ഇത് അയച്ച മെയിൽ തന്നെയാണ് റിസീവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് വെച്ചാൽ എല്ലാ DNSൻ്റെയും DKIM ഇംപ്ലിമെൻറ്റേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സെലക്ടർക്ക് ഒരു പേരുണ്ടാവും, ഡൊമൈൻ കീ ഡൊമൈൻ. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു DNSലേക്ക് നമ്മളൊരു DKIM TX റെക്കോർഡ് ആഡ് ചെയ്യുന്നത്. അത് ഞാൻ എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ MX റെക്കോർഡ്സിലൊന്ന് പോയി നോക്കട്ടെ. ഓക്കെ, TX ലുക്കപ്സ് ഞാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് 2 TX റെക്കോർഡ്സ് ഉണ്ട്. ഒന്ന് SPF റെക്കോർഡാണ്, മറ്റൊന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ റെക്കോർഡാണ്. അതെന്ന് പറഞ്ഞാൽ DKIM വെരിഫിക്കേഷനാണ്. പക്ഷേ മറ്റേ റെക്കോർഡ് കാണുന്നില്ല അല്ലേ. ആ റെക്കോർഡ് കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. വളരെ അല്ലെങ്കിൽ ജിമെയിലിൻ്റെ DKIM കീ.
ഇതിനകത്ത് തന്നിട്ടുണ്ടാവും. ഇത് പബ്ലിക്കാണ്. TX records DKIM version 1 provide DKIM setup DKIM. ഓക്കെ, കീ പെയർ ജനറേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ ടൈം ടേക്കിംഗ് ഉണ്ടോ അതിനകത്ത് പ്രൊസീജിയർ ഉണ്ടോ? സെൻഡേഴ്സ് ഇമെയിൽ സെർവർ വിത്ത് എ പ്രൈവറ്റ് കീ. ഓക്കെ, നമ്മളുടെ സെൻഡർ ഒരു പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സെൻഡേഴ്സ് DKIM ടെക്സ്റ്റ് കൊടുക്കുന്നത് പബ്ലിക് കീ. ഹൗ ഡസ് ടു സെറ്റപ്പ് DKIM യു ജനറേറ്റഡ് കീ പെയർ ഉണ്ടാവും. എ പബ്ലിക് കീ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഡൊമൈൻസ് DNS TX record DKIM. ദിസ് ഈസ് എ കീ ഫോർ ദാറ്റ് യു എ പ്രൈവറ്റ് ദാറ്റ് ഈസ് അപ്ലോഡ് ടു യുവർ ഇമെയിൽ സെർവർ. ഇത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരുവാണ്. എന്ന് വെച്ചാൽ മെയിൽ സെർവറിൻ്റെ അതിലൊരു പ്രൈവറ്റ് കീ ഉണ്ടാവും. നമ്മളുടെ DNSൽ നമ്മൾ ആരാണോ നമ്മളുടെ യൂസറുടെ അതിലൊരു DNS ഉണ്ടാവും. DNSനകത്തൊരു DKIM കീ റെക്കോർഡ് ഉണ്ടാവും. അതിനകത്തേക്ക് എന്ത് ചെയ്യും, പബ്ലിക് കീയെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ആരാണോ റിസീവ് ചെയ്യുന്നത് അയാൾ നമ്മുടെ DNSലേക്ക് പോകുന്നു. ആ പ്രൈവറ്റ് പബ്ലിക് കീ എടുക്കുന്നു, അതിനെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു, ഈ പറഞ്ഞ ചെക്കുകൾ നടത്തുന്നു. ഇഫ് ഇറ്റ് ഇസ് ലെജിറ്റിമേറ്റ് ഇറ്റ് വർക്ക്സ്. അപ്പോൾ തിരിച്ചങ്ങോട്ട് പോകാം. അപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഒരു ഡൊമൈൻ എടുക്കാൻ പറ്റുമോ നോക്കണം. എനിക്കൊന്ന് DNSലേക്ക് ലോഗിൻ ചെയ്യേണ്ടി വരും. അത് മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഒരു പോളിസി ചെക്കാണ്. DMARC എന്ന് പറഞ്ഞത്, ഡൊമൈൻ ബേസ്ഡ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ റിപ്പോർട്ടിംഗ് ആൻഡ് കൺഫർമൻസ്. ഇതൊരു ജഡ്ജിനെ പോലെ ആക്ട് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു, സ്പാം ആണോ ട്രസ്റ്റഡ് ആണോ എന്ന് ഫ്ലാഗ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോളിസി ബേസ് ചെയ്തിട്ടാണ്. എന്താണ്, ബേസ്ഡ് ഓൺ SPF ആൻഡ് DKIM. ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു തീരുമാനം എടുക്കുന്ന ആളാണ് ഈ പറഞ്ഞ DMARC. അതെന്ന് പറഞ്ഞാൽ എന്താ, SPF പാസ്സായിട്ടുണ്ടോ നോക്കും. പാസ്സായണമെന്ന് നമുക്ക് ആ പറഞ്ഞ IP അഡ്രസ്സ് രണ്ടും മാച്ച് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഏതാണ് നമ്മൾ കണ്ടീഷൻ, ഈ പറഞ്ഞ സൈഡറും മറ്റുള്ള അലൗഡ് സെൻറ്റേഴ്സിൻ്റെ IP അഡ്രസ്സ് മാച്ച് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ SPF പാസ്സാവും. അതേപോലെ തന്നെ എൻവലപ്പ് ഡൊമൈൻ മാച്ചസ് വിത്ത് ദി ഡൊമൈൻ ഫ്രം ഡൊമൈൻ, നമ്മളുടെ ഡൊമൈനും ഒരു മാച്ച് ആവണം. അതേപോലെ തന്നെ അതായത് എൻവലപ്പിനകത്തുള്ള എന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ ഫ്രം അഡ്രസ്സ് എഴുതിയേക്കുന്നതും ഫ്രം ഡൊമൈനും തമ്മിൽ മാച്ച് ചെയ്യണം. അതുപോലെ തന്നെ DKIM പാസ് ചെയ്യണം. അതുപോലെ തന്നെ DKIMൻ്റെ ഡൊമൈനും ഫ്രം ഡൊമൈനും തമ്മിൽ അലൈൻ ചെയ്യണം. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ലെങ്കിൽ അപ്ലൈ എ പോളിസി നൺ ക്വാറന്റീൻ ഓർ റിജക്റ്റ്. എന്ന് വെച്ചാൽ ഏതാണ് സിറ്റുവേഷൻ, ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഒരു കാര്യം ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് SPF പാസസ് ആൻഡ് എന്ന് വെച്ചാൽ എൻവലപ്പിന് പുറത്തുള്ള ഡൊമൈനും നമ്മളുടെ SPFും പാസ്സായി എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഓർ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ലോജിക്കൽ ഓറാണ്, ഏതെങ്കിലും ഒന്ന് നടന്നാൽ മതി. DKIM പാസ്സാവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, DKIM ഡൊമൈൻ ഫ്രം അഡ്രസ്സ് ഓക്കെ ആവുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ പാസ്സാവെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഫെയിൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പോളിസി അപ്ലൈ ചെയ്യാം. പോളിസി അപ്ലൈ എന്ന് വെച്ചാൽ ജസ്റ്റ് നണ്ണാണെങ്കിൽ ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ മതി, ഡോണ്ട് ടേക്ക് എനി ആക്ഷൻ. ക്വാറന്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ മാർക്ക് സ്പാം, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സ്പാം ചെയ്യും. അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക, റിഫ്യൂസ് ഡെലിവറി. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വാങ്ങിക്കേണ്ട, തിരിച്ചയച്ചേക്ക്. അപ്പോൾ നമ്മൾ പറയും ഓക്കെ ഇമെയിൽ സെൻഡിങ് ഫെയിൽ എന്ന് പറയും. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ക്വാറന്റൈൻ ആണ്, സ്പാം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇൻ കേസ് ഇത് രണ്ടും പാസ് ചെയ്തില്ലെങ്കിൽ സ്പാം ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ എൻ്റെ രണ്ട് മെയിൽ സ്പാമായി. അതെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷനാണ്. പാസിങ് എയ്തർ അല്ലാണ്ട് SPFO അല്ലെങ്കിൽ DKIMO പാസ്സായി കഴിഞ്ഞാൽ DMARC പാസ്സായി. പക്ഷേ എന്നിരുന്നാൽ തന്നെയും DKIM ഫെയിലായി കഴിഞ്ഞാലും ഈ പറഞ്ഞ ഈ Gmail സ്പാം ചെയ്യും. ചില മെയിൽ സർവീസസൊക്കെ അക്സെപ്റ്റ് ചെയ്യും DMARC പാസ്സാവുകയാണെങ്കിൽ. പക്ഷേ ചില മെയിൽ സർവീസസിന് രണ്ടും പാസ്സാവണം, എന്നിൽ മാത്രമേ അവർ സ്പാം ചെയ്യാതിരിക്കത്തുള്ളൂ. ഇപ്പം Gmailൻ്റെ കേസിലാണെങ്കിൽ അത് ഭയങ്കരമായ സെക്യൂർഡാണ് ഇങ്ങനെയുള്ള കേസിൽ. സോ അലൈൻമെൻറ്റ് മീൻസ് ഡൊമൈൻ ഇൻ SPF or DKIM matches or is the same organization domain as the from address. ഞാൻ പറഞ്ഞ പോലെ രണ്ടും മാച്ച് ചെയ്യുന്ന സിറ്റുവേഷനാണ് ഈ പറഞ്ഞ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞത്. ബോട്ടം ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SPF ചെക്ക് ചെയ്യുന്നത് ഈ അയച്ച ആൾ എനിക്ക് അയക്കാൻ യോഗ്യനാണോ എന്ന് നോക്കും. എന്ന് പറഞ്ഞാൽ അയാളുടെ മെയിൽ സെർവർ യോഗ്യനാണോ എന്ന് നോക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ DKIM എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെസ്സേജ് ഇൻടാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. മൂന്നാമത്തെ DMARC എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ രണ്ട് പോളിസിയും വയലേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പാം ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സ്പാം ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോള് വഹിക്കുന്ന ഒരേ ഒരാളെന്ന് ഞാൻ പറഞ്ഞത് DNS റെക്കോർഡാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം ഈ പറഞ്ഞ SPF റെക്കോർഡ്സിൽ മാറ്റം വരുത്താം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നാലും സ്പാം ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്ന ഹീറോ, അതായത് ദ മാൻ ബിഹൈൻഡ് ദ സീൻ ഈസ് ദി DNS.
എന്ന് വെച്ചാൽ എന്ത് ചെയ്തു, എവിടെയാണ് ഈ പറഞ്ഞ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്? നമ്മൾക്കിന്ന് റിസീവ്ഡ് ഡേറ്റയിൽ മാറ്റം വരുത്താൻ പറ്റത്തില്ല അല്ലേ? എന്ന് വെച്ചാൽ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു, ഇപ്പം ഞാൻ എൻ്റെ a6.com എന്ന് പറഞ്ഞാൽ ചുമ്മാ എൻ്റെ ഇവിടെ ഹോസ്റ്റ് ചെയ്തേക്കുന്ന മെയിൽ സെർവറാണെന്ന് വെച്ചോ, എനിക്ക് ഇവിടുന്ന് അയക്കാൻ പറ്റും, എത്ര വേണമെങ്കിലും അയക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ റിസീവ്ഡ് ഡേറ്റയിൽ വേണമെങ്കിൽ ടാമ്പറിങ് നടത്താം, പോസിബിൾ അല്ലേ? ബട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബട്ട് നോട്ട് ഓൺ ദി DNS സെർവർ. അപ്പോൾ ചെക്ക് നടത്തുന്നത് എങ്ങനെയാണ്? റിസീവ്ഡ് ഡേറ്റ ഈക്വൽ ടു DNS ഡേറ്റ. അപ്പോൾ എപ്പോഴും ചെക്ക് അഗെയിൻസ്റ്റ് DNS ഡേറ്റയാണ്. അപ്പോൾ DNS ഡേറ്റയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ടാമ്പറിങ് ഒക്കെയാണ്. പക്ഷേ ആസ് ലോങ് ആസ് DNS ഈസ് സെക്യൂർഡ്, DNS സെർവർ നിങ്ങൾ സെക്യൂർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെയിൽ സർവീസ് ടാമ്പറിങ് ഒഴിവാക്കാം. ഹാക്കിങ്, എനിക്കറിഞ്ഞില്ല, ഹാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, ഇതിനകത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹാക്കിംഗ് പോസിബിൾ ആണെങ്കിൽ പറയാം. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം DNS ആണ് നമ്മൾ സെക്യൂർ ചെയ്യേണ്ട ഒരു കാര്യം. പ്രധാനമായിട്ടും നോക്കേണ്ടത് DNS ആണ്. DNS റെക്കോർഡ്സും ടാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ സോ വി ക്യാൻ ടാമ്പർ ദി എൻറ്റയർ മെസ്സേജ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ്, എനിക്ക് സ്പാം ഒന്ന് നോക്കാം. അപ്പോൾ എനിക്ക് കണ്ടത് ഇപ്പോൾ അൽത്തദവാൻ മെഡിക്കൽ സെൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലയൻറ്റിൽ നിന്ന് എനിക്ക് 2-3 മെയിൽ അയച്ചു നോക്കി. സോ അവർ കംപ്ലയിൻറ്റ് ചെയ്തു, പോയില്ല. അപ്പം എനിക്ക് എന്ത് ചെയ്തു, കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്പാം ചെയ്തു. കുറച്ച് ആദ്യത്തെ മെയിൽസ് എല്ലാം സ്പാമിലേക്ക് പോയി, പിന്നീടാണ് ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് മെയിലാണ്. അപ്പോൾ ഞാൻ സ്പാം ഇമെയിൽസ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഞാൻ പറയാം, നമുക്ക് അതിൻ്റെ ഒറിജിനൽ മെസ്സേജ് വേണമെങ്കിൽ കാണാൻ പറ്റും, എന്താണ് അതിനകത്തുള്ള മെറ്റാ ഡേറ്റേഴ്സ് ആണെങ്കിൽ ഷോ ഒറിജിനൽ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്പാം ചെയ്ത ഇമെയിൽ. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളുടെ ക്രിയേഷൻ ഫ്രം ആരാണെന്നുള്ളത് മനസ്സിലാവും, ടു സാധാരണ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞേക്കാണ് SPF പാസ് ചെയ്തു. അപ്പോൾ IP അഡ്രസ് എന്താണ്, 52 ആണ്. പക്ഷേ നമ്മൾ നേരത്തെ NS ലുക്കപ്പ് ചെയ്തപ്പോൾ കിട്ടിയത് എവിടെയായിരുന്നു, 241 ആണ്. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം എന്ന് വെച്ചാൽ 136 143 വരെ ഓക്കെയാണ് അല്ലേ, 188 52, ഇവിടെ 190.251 എന്ന് പറഞ്ഞാൽ IP അഡ്രസ്സ് സെയിം അല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് IP അഡ്രസ് മാച്ച് ചെയ്യലല്ല ഈ പറഞ്ഞ SPF റെക്കോർഡ്സിൻ്റെ പ്രധാന ഉദ്ദേശം. അത് മാച്ച് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ സൈഡ് റേഞ്ച് ആണ്. എന്ന് വെച്ചാൽ ഈ 136 143 എന്ന് പറഞ്ഞത് എന്തോ 16 റേഞ്ച് എന്തോ ആണ് IP അഡ്രസ്സിൻ്റെ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ IP അഡ്രസ്സിൻ്റെ റേഞ്ച് ഇപ്പം നമുക്ക് സൈഡ് റേഞ്ച് നോക്കാം. സൈഡ് കാൽക്കുലേറ്റർ, അപ്പോൾ IP അഡ്രസ്സിൻ്റെ സൈഡ് കാൽക്കുലേറ്റർ. ഇപ്പോൾ എനിക്ക് കിട്ടിയ IP അഡ്രസ്സ് 152 ആണ്. സോ അതിൻ്റെ സൈഡ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഇറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 32. ഇതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ IP അഡ്രസ് ആണ്. പക്ഷേ ഈ പറഞ്ഞ 136 143 എന്ന് പറഞ്ഞ റേഞ്ച് എന്ന് പറഞ്ഞത് എവിടെയാണത്, 16 റേഞ്ചാണ് കേട്ടോ. ബാക്കി 2 മാറി, പക്ഷേ ആദ്യത്തെ 2 മാറിയിട്ടില്ലെങ്കിൽ ഇത് നെറ്റ്വർക്ക് സൈഡും ഇത് ഹോസ്റ്റ് സൈഡുമാണ്. അപ്പോൾ ഇത് 16 റേഞ്ചാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് വെച്ചാൽ സൈഡ് റേഞ്ച് ഓക്കെയാണ്. സോ ദർ ഇസ് നോ പ്രോബ്ലം. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ DKIM ഫെയിൽ ചെയ്തു. കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സെലക്ടറിൻ്റെ ഒരു ഫീൽഡ് ഉണ്ട്, ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ച്, ആ ഒരു ചേഞ്ച് വരുത്തി തന്നെ സാധനം ഫിക്സായി. പക്ഷേ അത് മനസ്സിലാക്കാനെടുത്ത സമയം ഇറ്റ് വാസ് ഇനോമസ്. എവിടെ നിന്നാണ് ഈ എറർ വന്നാൽ അറിയത്തില്ല. സോ ഒറിജിനൽസൊക്കെ എടുത്ത് നോക്കേണ്ടി വന്നു, അതിൻ്റെ മെറ്റാഡേറ്റസ് ഒക്കെ നോക്കേണ്ടി വന്നു. അപ്പോൾ ഉണ്ടോ DMARC പാസ്സായി. എന്തുകൊണ്ട്? SPF പാസ്സായതുകൊണ്ട് DMARC പാസ്സായി. നേരത്തെ പറഞ്ഞില്ലേ ഓവർ കണ്ടീഷനാണ്, ഇത് ട്രൂ ആണ്, ഇത് ഫെയിൽഡ് ആണെങ്കിൽ, ഇത് ഫോൾസ് ആണെങ്കിൽ DMARC ട്രൂ ആയിരിക്കും. സോ ഇറ്റ് ഹാസ് പാസ്ഡ്, ബട്ട് സ്റ്റിൽ Gmail സെഡ് ഇറ്റ് ഈസ് എ സ്പാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ റിട്ടേൺ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ പറ്റും. അപ്പം നമുക്കറിയുന്നുണ്ട് IP അഡ്രസ്, സോഹോ മെയിലിൻ്റെ IP അഡ്രസ് ഇവിടെ നിന്ന് കിട്ടി 52. അപ്പം അവർ പറഞ്ഞു ഇത് പാസ്സായി. കാരണം എന്ന് വെച്ചാൽ SPF പാസ്സായല്ലോ, IP അഡ്രസ്സിൻ്റെ സൈഡ് റേഞ്ച് ഓക്കെയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ SPF പാസ്സായി. ഇതാണ് നമ്മളുടെ ഡെസിഗ്നേറ്റ്സ് പെർമിറ്റഡ് സെൻറ്റർ ആണെന്ന് പറയുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട നോക്കേണ്ടതെന്ന് ഈ പറഞ്ഞ DKIM സിഗ്നേച്ചറാണ്. DKIM സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത് വേർഷൻ 1 ആണ്. RSA പബ്ലിക് കീ ആണ്. ഹാഷിംഗ് 256 ആണ്. അതിനുശേഷം TX റെക്കോർഡാണ്. റിലാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സബ് ഡൊമൈൻസിനെയും കൂടെ അലോ ചെയ്യണമെന്ന് പറയുന്നതാണ് റിലാക്സ്. അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ സബ് ഡൊമൈൻസ് അലോ ചെയ്യരുതെന്ന് പറയുന്നതാണ് DKIM റെക്കോർഡ്. അതിനുശേഷം പറയുന്നു സെലക്ടർ ഈസ് Gmail എന്നാണ് സെലക്ടറിൻ്റെ പേര്. ഇവിടെയാണ് ഞാൻ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുന്നത്. ഇതിനകത്ത് സോഹോ മെയിലിന് ആഡ് ചെയ്തു, അപ്പോഴത്തെ തന്നെ സാധനം ടാമ്പർ ചെയ്ത് പോയി. സെലക്ടറും അതുപോലെ തന്നെ നമ്മളുടെ കയ്യിലുള്ള പബ്ലിക് കീ വെച്ചിട്ട് ചെയ്ത പ്രൈവറ്റ് കീ വെച്ചിട്ടുള്ള എൻക്രിപ്ഷനും മിസ്മാച്ച് ചെയ്തുകൊണ്ട് സോ ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ്. സോ Gmail ആണ് കറക്റ്റ്. അതുപോലെ തന്നെ ഡൊമൈൻ ഇതാണ്.
ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ ഹാഷും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയല്ല. അപ്പം മെസ്സേജ് ബോഡിയും കാര്യങ്ങളും അതിൻ്റെ ഡേറ്റും സ്റ്റാമ്പും ഒക്കെ ടൈം സ്റ്റാമ്പൊക്കെയാണ്. സോ ഇവിടെയാണ് DKM ഫെയിലർ ആയത്. എന്ന് വെച്ചാൽ എൻ്റെ സിഗ്നേച്ചറിൻ്റെ ഈ സെലക്ടറും DNSലുള്ള സെലക്ടറും മിസ്മാച്ച് ചെയ്തു. സോ ദാറ്റ് വാസ് ദ ഇഷ്യൂ. ഞാനത് ലോഗിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് കാണിക്കാം. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ സ്പാം അല്ലാത്ത നോക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ ഒറിജിനൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. SPF പാസ് ചെയ്തു, IP അഡ്രസ് സെയിം ആണ്. DKM പാസ് ചെയ്തു ബിക്കോസ് ദ സെലക്ടർ മാച്ചസ്. DMARC പാസ് ചെയ്തു, സോ ബിക്കോസ് SPF ആൻഡ് DKM പാസസ്. സോ ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ DKM സിഗ്നേച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Gmail തന്നെയാണ്. ഞാൻ ഇതിനകത്ത് ഇത് നമുക്ക് DKM സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ മറ്റേ അവിടുന്ന് കിട്ടുന്നതാണ്. എവിടെ ഒരു മിസ്മാച്ച് ഉണ്ടായിരുന്നു. ഞാനിത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ സെലക്ടറിൻ്റെ ഇഷ്യൂ ആയിരുന്നു. കാരണം DNSലൊരു ഇഷ്യൂ എന്നാണ്, ഇതിനകത്തല്ല. മെയിൽ അയച്ചതിനകത്ത് കുഴപ്പമില്ല. മെയിൽ അയച്ചതിനകത്ത് സെലക്ടർ ഓക്കെയാണ്. പക്ഷേ DNSൽ അതായത് ചെക്ക് അഗെയിൻസ്റ്റ് പറഞ്ഞ സാധനത്തിനകത്ത് മാറ്റം വന്നു. സോ ദാറ്റ് വാസ് ഇഷ്യൂ. ഞാനതിൻ്റെ ഈ പറഞ്ഞ TX റെക്കോർഡ് എടുക്കാൻ പറ്റും നോക്കട്ടെ. കണ്ടോ, DNS റെക്കോർഡ്സ് പബ്ലിഷ്ഡ്, DMARC റെക്കോർഡ്സ് പബ്ലിഷ്ഡ്, DMARC പോളിസി. ഇത് എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ DMARC പോളിസി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ല ക്വാറന്റൈൻ ചെയ്യണോ, മോണിറ്റർ ചെയ്യണോ, അതല്ല റിജക്റ്റ് ചെയ്യണോ എന്ന് പറയുന്ന പോളിസി ഉണ്ടല്ലോ. ഞാൻ അതിനകത്ത് പറഞ്ഞത് മോണിറ്റർ ചെയ്താൽ മതി, വേറെ ആക്ഷൻ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോളിസി എനേബിൾ ചെയ്തിട്ടില്ലെന്ന് കാണിച്ചു. അത് സാധാരണ ഉപയോഗിക്കുന്നത് ടെസ്റ്റിംഗ് പർപ്പസസിനാണ്. പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അത് ഒന്നുകിൽ ക്വാറന്റൈൻ ചെയ്യണം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. അത് രണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോളിസി വയലേറ്റ് ചെയ്യും. സോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്തിട്ടില്ല എന്ന് പറയും. ഞാൻ ആ റെക്കോർഡ്സ് കൂടെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ എനിക്ക് വളരെ ഉപകാരമായേനെ. എൻ്റെ Cloudflare ആണ് എൻ്റെ DNS സെർവർ. സോ എനിക്ക് എൻ്റെ അതിനകത്ത് ഡൊമൈൻ ഉണ്ട്. ആ ഡൊമൈനിലേക്ക് ചെന്നിട്ട് ഞാനെന്ത് DNS ചെയ്യുന്നു. DNSനകത്ത് എനിക്ക് കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. ആ റെക്കോർഡ്സിനകത്ത് എനിക്ക് എൻ്റെ DKIM റെക്കോർഡുണ്ട്. ആ DKIM റെക്കോർഡിനകത്ത് പറഞ്ഞിട്ട് DKIM വേർഷൻ എന്താണ്, RSA കീ എന്താണ്, അതിനുശേഷം എൻ്റെ പബ്ലിക് കീയുടെ ഹാഷ് എന്താണെന്ന് പറഞ്ഞിടത്തുണ്ട്. പബ്ലിക് കീ എപ്പോഴും പബ്ലിക് കീ ആണ് കേട്ടോ, അത് ആർക്ക് കൊടുത്താലും പ്രശ്നമില്ല. പക്ഷേ പ്രൈവറ്റ് കീ യു ഹാവ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. അതിനുശേഷം എൻ്റെ DMARC പോളിസിയിൽ പറഞ്ഞു കൊടുത്തേക്കുന്നത് വെച്ചാൽ ക്വാറന്റൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേർഷൻ 1 ആണ്. എന്തെങ്കിലും റിപ്പോർട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞ പോലെ ലിബറലാണ്, റിലാക്സ്ഡ് സ്റ്റേറ്റ് മതി. എനിക്കെല്ലാം കൂടെ എനിക്ക് എൻഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എൻ്റെ SPF റെക്കോർഡ്സ്, SPF റെക്കോർഡിൽ പറഞ്ഞിട്ടുണ്ട് സോഹോമെയിലാണ് എൻ്റെ പ്രൊവൈഡർ. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രൊവൈഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം. സബ് ഡൊമൈൻസ് ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ഇൻക്ലൂഡ്സ് വെച്ച് ചെയ്യാം. സോഫ്റ്റ് ബ്ലോക്കിംഗ് ഉണ്ട്, സോഫ്റ്റ് റിജക്ഷൻ ഉണ്ട്. അതിന് ടിൽറ്റ വെച്ചിട്ട് ചെയ്യുന്ന സോഫ്റ്റ് റിജക്ഷനാണ്. ഇത് മൊത്തം എൻഫോഴ്സ് ചെയ്യാനാണ്, ബാക്കിയുള്ളതെല്ലാം റിജക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ പറയാൻ വന്ന ഇത് കാര്യം DKMൻ്റെ കീ വാല്യൂ ആണ്. അതായത് നമ്മളിതിൻ്റെ വാല്യൂ കണ്ടു, ഇതിൻ്റെ കീ കണ്ടില്ലേ, gmail.domain key എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ DNS പ്രൊവൈഡർ കൊടുക്കുന്നതാണ് ബാക്കി ഡൊമൈൻ. അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് വൺ ഈസ് ഓൾസോ ഓൾവേസ് ദ സെലക്ടർ. അപ്പം ഈ സെലക്ടറാണ് എനിക്ക് മിസ്സായി പോയത്. അപ്പോൾ സെലക്ടറിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണല്ലോ, selector.domain_key.domain അങ്ങനെയാണ് പറഞ്ഞ DKM റെക്കോർഡ്സ് ഉണ്ടാവുക. അതിൻ്റെ കീ വാല്യൂ, അപ്പോൾ കീയുടെ വാല്യൂവിൽ ഈ പറഞ്ഞ Gmail എന്ന് പറഞ്ഞ സോഹോമെയിൽ കൊടുത്തപ്പോഴത്തേക്ക് ടാമ്പർ ചെയ്തു. സോ മിസ്മാച്ച് ചെയ്തു. സോ ഇറ്റ് വാസ് എ സ്പാം. അങ്ങനെയാണ് എൻ്റെ സ്പാം ആയത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇതേപോലെ എനിക്ക് തോന്നുന്നത് ഇതാണ് ഡെവോപ്സിൽ കൂടുതലും ചെയ്യുന്നത്. ഡെവോപ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ദി അണ്ടർലൈങ് പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ ഈ പറഞ്ഞ OS ലെയറിൻ്റെ മൊത്തം പ്രോട്ടോകോൾസും പഠിക്കണം, ആ ലെയേഴ്സ് മൊത്തം പഠിക്കണം, പ്രോട്ടോകോൾസ് പഠിക്കണം, അണ്ടർലൈങ് ഹാർഡ്വെയർ പഠിക്കണം, ഇൻഫ്രാസ്ട്രക്ചർ പഠിക്കണം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആർക്കിടെക്ചർ മനസ്സിലായാൽ മാത്രമേ ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലേ, ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ വരുമ്പോൾ കുറച്ച് എളുപ്പമാവുന്നതിൻ്റെ കാര്യം യു നോ എവറിത്തിങ് ബിഹൈൻഡ് ദ സീൻസ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡെവോപ്സ്. അപ്പം വേറെ ഒന്നുമില്ല. സോ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു വെരി മച്ച്. അഭിപ്രായങ്ങൾ അറിയിക്കുക. സീ യു നെക്സ്റ്റ് ടൈം.